നെക്സ്റ്റ് വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോഴും സാറ്റർഡേ സൺഡേ ചൂസ് ചെയ്യാറ്. സാറ്റർഡേ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോകും. നെസ്റ്റോയിൽ നിന്ന് കുറച്ച് അധികം ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറിൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. ഡിന്നർ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ബിഗ് ബസാർ കയറി കണ്ട് ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്ത് വെച്ചു. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വീക്ക് നല്ല ലാവശ്യമായിരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ തീർന്നു. അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ എടുത്തത് ഈ ഒരു പർപ്പിൾ കളറിൻ്റെ കോൾഗേറ്റാണ്. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഓട്ട് മിൽക്ക് എടുത്തത്. ഞാൻ ഈ ഒരു ഓട്ട് മിൽക്ക് മാത്രമല്ല, ഞാൻ വേറൊരു ഓട്ട് മിൽക്കും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നത് ഈ ഐസ്ക്രീം സെക്ഷനിലേക്ക് ഞാൻ ഈ അമുലിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഈ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് ഫിഷില്ലാതെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചു പോയി. പിന്നെ വെജിറ്റബിൾസ് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ അത്ര വിദഗ്ധയില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ആപ്പിളിൻ്റെ സെക്ഷനിലേക്ക് പോയി. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആപ്പിളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫേവറേറ്റ് വന്നിട്ട് ഈ അവക്കാഡോ വാങ്ങിച്ചു ഞാൻ കുറച്ച്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തു. അതിനുശേഷം ഈ കോൺഫ്ലെക്സ് എടുത്തു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ഈസി സീസൺ മേജിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, പക്ഷേ ഞാൻ വിചാരിച്ചിത്ര കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. അപ്പോൾ വേഗം ബില്ല് ചെയ്തിട്ട് റൂമിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.